ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ UK വളരെ മനോഹരമായ നമ്മുടെ അജീഷ് ചേട്ടന്റെ ഫാമിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ എപ്പോഴും ഏത് കാര്യത്തിനും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിയും കൂടിയാണ്. അപ്പം അജീഷ് ചേട്ടന്റെ ഫാമിനെ നമുക്കൊന്ന് കണ്ടാലോ. പ്രത്യേകിച്ച് നമ്മുടെ UK ഈ ഒരു ഫാം എന്നൊക്കെ പറയുന്നത് എല്ലാവരും വിചാരിക്കും ആ ക്ലൈമറ്റും കാര്യങ്ങളും വല്ലപ്പോഴും ഒക്കെ മീൻസ് ഒരു സീസണല്ലേ ഉള്ളൂ സമ്മറായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ആ സമയത്ത് ആ ഒരു ചെറിയ പീരീഡിനുള്ളിൽ തന്നെ ഒരു കുറേ എഫേർട്ട് ഇട്ടിട്ട് ഞങ്ങൾ ആദ്യം വരുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ വർക്ക് ചെയ്തു ഈ ഫാമിൽ. എന്നിട്ട് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് താമസിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ ഒരു സംരംഭം തന്നെ അവർ ആ ഒരു ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പുള്ളിക്കാരനും വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ എന്താ പറയുക ഫ്രൂട്ട്സും വെജിറ്റബിളും അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാം. ഓക്കെ, ഓരോന്നായിട്ട് നോക്കിക്കോണേ എല്ലാവരും. ഇത് നമ്മുടെ ടൊമാറ്റോ, കുഞ്ഞു ടൊമാറ്റോ കണ്ട നിറയെ ടൊമാറ്റോ പിടിച്ചിരിക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ ജമന്തി ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജമന്തി കുറച്ചധികം ഉണ്ട്. പിന്നെ ദേ ഇവിടെ കണ്ടോ നമ്മുടെ സ്ട്രോബെറി, കുറേ നിറയെ സ്ട്രോബെറി നിൽക്കണുണ്ടോ? ദേ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ സ്ട്രോബെറി. അപ്പം ഇത് നിറച്ച് സ്ട്രോബെറി ഉണ്ട്. ഇവിടെയൊക്കെ ദേ കണ്ടോ നിൽക്കണുണ്ടോ? ഇതൊക്കെ ഇനി എന്താ പറയുക കുറച്ച് റൈപ്പായിട്ട് വരണം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ട്. ഇത് ബീട്രൂട്ടാണ് കേട്ടോ. അതിപ്പോൾ എനിക്ക് കാണിച്ചു തരാനായിട്ട് അതിൻ്റെ താഴെ എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു അത് സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ആ ബീട്രൂട്ടും കാര്യങ്ങളും. പിന്നെ വേറെന്താ നമുക്ക് കാണിക്കാൻ പറ്റിയേ? ഇതെന്താ അമ്മു? I don't know. Oh, so many varieties are here. I don't know the name as well. See this one. We can see this one. And കാണിക്കാം കേട്ടോ, എല്ലാം കാണിച്ചു തരാവേ. എല്ലാം എൻ്റെ കൂടെ തന്നെ വന്നോളൂ കേട്ടോ. ഓക്കെ, ഇവിടെ ഇത് നമ്മുടെ പംകിനാണ്. പംകിൻ വേറെ ഉണ്ട്. എന്നത് ഇത് കണ്ടോ നമ്മുടെ പംകിൻ. കുറേ പംകിൻ ഉണ്ട് കേട്ടോ. വലിയ പംകിൻ ഉണ്ട്. ഇതൊക്കെ വലുതായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. എനിക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭയങ്കര വലിപ്പമുള്ളതാണ്. അവിടെ ഇടണം. ഇതിൻ്റെ ഇടയ്ക്കൊരെണ്ണം നിൽക്കണം കണ്ടോ, ഇടയ്ക്കൊരെണ്ണം. പിന്നെ അവിടെയൊക്കെ ഉണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഇതിനെന്താ പറയുന്നത്, എന്താ ഈ സാധനം പയർ പോലത്തെ അത് നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ചേട്ടനൊക്കെ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ അവരിത് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു സന്തോഷമല്ലേ അതൊക്കെ. ഇതേ മുളക് കണ്ടോ, നമ്മുടെ പാലുമുളക് എന്നൊക്കെ പറയില്ലേ, ആ പാലുമുളക് നിറച്ച് പിടിച്ചിരിക്കുന്നുണ്ട്. 2-3 തൈ ഉണ്ട് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ. പിന്നെ വേറൊരു ടൈപ്പിലുള്ള മുളക് ഉണ്ടോ, ഇത് മുളകാണ് കേട്ടോ. അത് നിറച്ച് മുളകുണ്ട്. അതെ നിറച്ച് പിടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ. പിന്നെ അതേ ടൊമാറ്റോയൊക്കെ ഇങ്ങനെ പച്ച എടുക്കണതേ ഉള്ളൂ കേട്ടോ. അത് ശരിക്കും പഴുത്തിട്ടില്ല. പഴുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലതാ. പിന്നെ ഇത് നമ്മുടെ ചേട്ടൻ അജീഷ് ചേട്ടനാണ്. അജീഷ് ചേട്ടാ ഒന്ന് പറഞ്ഞു. അജീഷ് ചേട്ടാ നമ്മുടെ കൃഷിയെ കുറിച്ചിട്ട് ചേട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ, ഭയങ്കര പാഷനാ. ഓക്കെ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. ഉറപ്പായിട്ടും. ഓക്കെ താങ്ക് യു ചേട്ടാ. അപ്പോ നമ്മുടെ പിന്നെന്താ നമുക്ക് കാണിക്കാനുള്ളത്? ഇതേ ഈ സംഭവം കണ്ടോ നിങ്ങള്, ആപ്പിൾ ഇങ്ങനെ കണ്ടോ, നല്ല രസമല്ലേ നോക്കിയേ. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ടോ. ആപ്പിള് നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് വലുതായി വരുമ്പോഴത്തേനും നമ്മൾ അതെടുത്ത് കഴിക്കും. ഓക്കെ, ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ഇവിടെ കുറെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. കുറെയൊക്കെ അവര് വിളവെടുത്തു. കണ്ടോ മുളക് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. പിന്നെ ഇത് ടൊമാറ്റോ ഇഷ്ടംപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ ക്യാരറ്റും ബീൻസും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ചൊക്കെ വിളവെടുത്തു. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും കേട്ടോ.
എല്ലാവർക്കും കൊടുത്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നായിരുന്നു. പിന്നെ അതെ അതുപോലെ തന്നെ പിയേഴ്സ് കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഇത്ര ഇതായിട്ട് എങ്ങനെ കാണാൻ പറ്റുന്നേ? കണ്ടോ, നമ്മൾ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് വിളവെടുത്ത് ആ ഒരു പിയേഴ്സ് ഉണ്ടെങ്കിൽ പിയേഴ്സൊക്കെ ഇതിനകത്ത് നിറച്ച് പിടിച്ചിട്ടുണ്ട്. ദേ കണ്ടോ, അവിടെ ഇത്രയും ഒരു സ്ഥലത്ത് അവർ ഇത്രയൊക്കെ ചെയ്തില്ല അല്ലേ ശരിക്കും പറഞ്ഞ. പിന്നെന്താ, പിന്നെ ഞാൻ നോക്കട്ടെ ഇനി നിങ്ങൾക്ക് എന്താ കാണിച്ചു തരാൻ പറ്റുന്നേ. പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ക്യാരറ്റ് ഒക്കെ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കുറേയൊക്കെ കൃഷി എടുത്തു. പിന്നെ നമ്മുടെ മല്ലിയില കണ്ടോ, അത് കുറേ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ എന്താ പറയാ കുക്കുംബർ കാണാവോ നിങ്ങൾക്ക്? കുക്കുംബറല്ലേ? ആ കുക്കുംബർ കണ്ടോ, അത് അല്ലേ എനിക്കറിയത്തില്ല കേട്ടോ എല്ലാത്തിന്റെ പേരൊന്നും. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെയൊക്കെ എല്ലാം ഇങ്ങനെ എന്താ പറയാ നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ഓക്കെ ഹിയർ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലെ വിശേഷങ്ങള്. അപ്പൊ തീർച്ചയായിട്ടും ഇനി നമ്മുടെ അമ്പിളീനെ കാണണ്ടേ, നമ്മുടെ ചേട്ടനെ കാണിച്ചിരുന്നു. അതുപോലെ ഒരു സംഭവം കൂടി കാണിക്കാനുണ്ട് കേട്ടോ. കോവയ്ക്കയുടെ ദിസ് വൺ, ഇത് കണ്ടോ, ഇത് കാണാമോ നിങ്ങക്ക്? ഇത് നമ്മുടെ കോവയ്ക്കയുടെ നാട്ടിൽ കോവയ്ക്ക ഉണ്ടല്ലോ, കോവയ്ക്കയുടെ വേറൊരു വെറൈറ്റി ആട്ടോ. അത് നല്ല രസമുണ്ട്. പിന്നെ പിന്നെ അതുപോലെ തന്നെ കോണ്, അതെ കോണ് ഒരെണ്ണം ഇങ്ങനെ പിടിച്ചിരിക്കണുണ്ട് കണ്ടോ. അത് പിന്നെ പിന്നെ ഒരു സ്ഥലം കൂടി കാണിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ ഇതിനകത്ത് എന്തോ ഉണ്ട്, ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് ഇതെന്താ സാധനം? ഇതെല്ലാം ഫുള്ള് ഇവിടെ നിറച്ച് ടൊമാറ്റോയുടെ ഒരു എന്താ പറയുക ഒരു പൂന്തോട്ടം തന്നെ ഉണ്ട് കേട്ടോ. നിറയെ ടൊമാറ്റോകൾ, അതേ കണ്ടോ, കുഞ്ഞു ടൊമാറ്റോ, നിറയെ ടൊമാറ്റോസ്. ഓ സോ ബ്യൂട്ടിഫുൾ. എല്ലായിടത്തും ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇതേ ബ്രിഞ്ചാൾ ഉണ്ടോ, ബ്രിഞ്ചാൾ ഇങ്ങനെ നടക്കണോ, ദേ കണ്ടോ. ഓ വെരി നൈസ്. ഇതാ ഇവിടെ ബ്രിഞ്ചാള് കണ്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് പറ്റും, UK-യിലാണെങ്കിലും നമുക്ക് വളരെ അടിപൊളിയായിട്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും ഇതൊക്കെ പിച്ചി കഴിക്കാൻ തുടങ്ങി. ടൊമാറ്റോയൊക്കെ റൈപ്പായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അമ്പിളീനെ കൂടെ കാണിക്കാം കേട്ടോ. അമ്പിളി എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുക കേട്ടോ, ഡിസ്ട്രിബ്യൂഷൻ. ഹലോ അമ്പിളി, ഒന്ന് പറഞ്ഞേ നമ്മുടെ വ്യൂവേഴ്സിനോട് നിങ്ങളെ കൃഷിത്തോട്ടമൊക്കെ. ചേട്ടന്റെ പ്രയത്നമാണെന്നറിയാം, എങ്കിലും ഒരു ബാക്ക് ബോൺ ആയിട്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും നമ്മുടെ ഫാം ഇനിയും വികസിക്കുന്നതിനോടൊപ്പം ഞാൻ നിങ്ങളുമായിട്ട് അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്തല്ലോ നമ്മുടെ ഈ ഫാം. അപ്പൊ തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ടുള്ള, നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പൊ ഒരു പാഷൻ വേണം അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. താങ്ക് യു.